സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 2200 രൂപയാണ് കുറഞ്ഞത്. ഫെബ്രുവരി 2-ന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വിലയാണ് ശനിയാഴ്ച രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 275 രൂപ താഴ്ന്ന് 13380 രൂപയായി. സ്വർണ്ണവിലയിൽ കനത്ത തകർച്ചയാണ് ഉണ്ടായത്. ശനിയാഴ്ച രാവിലെ പവൻ വില ഒറ്റയടിക്ക് 2200 രൂപ കുറഞ്ഞ് 1,07,040 രൂപയിലെത്തി. ഫെബ്രുവരി 2-ന് ശേഷം കുറിക്കുന്ന ഏറ്റവും താഴ്ന്ന വിലയാണിത്. ഗ്രാമിന് 275 രൂപ താഴ്ന്ന 13,380 രൂപയായി. ജനുവരി 29-ന് കുറിച്ച 1,31,160 രൂപയാണ് കേരളത്തിൽ പവന്റെ റെക്കോർഡ്. ഇതിനുശേഷം 24,120 രൂപ കുറഞ്ഞു. ഗ്രാമിന് 16,395 രൂപ എന്ന റെക്കോർഡിൽ നിന്ന് കുറഞ്ഞത് 3,015 രൂപയാണ്. ഇറാനെതിരെ യുഎസ് ഇസ്രായേലി സഖ്യം ആക്രമണം തുടങ്ങിയത് ഫെബ്രുവരി അവസാനമാണ്. ഇതിനുശേഷം മാർച്ചിൽ ഇതുവരെ പവന് 16,680 രൂപ കുറഞ്ഞു. ഗ്രാമിന് കുറഞ്ഞത് 2,085 രൂപയാണ്. യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര എണ്ണവില കൂടുന്നതാണ് സ്വർണ്ണവിലയെ പ്രധാനമായും ബാധിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കുതിച്ചതോടെ ലോകരാജ്യങ്ങളിലാകെ പണപ്പെരുപ്പ പേടി ശക്തമായി. പണപ്പെരുപ്പത്തെ പിടിച്ചുകെട്ടാൻ പലിശ നിരക്ക് കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര ബാങ്കുകൾ. അടിസ്ഥാന പലിശ നിരക്ക് ഉയർന്നാൽ US ഡോളർ, കടപ്പത്രത്തിലെ നിക്ഷേപ നേട്ടം, ബാങ്ക് നിക്ഷേപ പലിശ എന്നിവ ഉയരും. ഇത് ഗോൾഡ് ETF, സിൽവർ ETF എന്നിവയെ അനാകർഷകമാക്കും. ഡോളറിലാണ് രാജ്യാന്തര സ്വർണ്ണ വ്യാപാരം. ഡോളർ കരുത്താർജിക്കുമ്പോൾ സ്വർണം വാങ്ങുന്നത് ബുദ്ധിമുട്ടേറിയതാകും. ഇത് ഡിമാൻഡിനെ ബാധിക്കുമെന്നതും വിലയെ സ്വാധീനിക്കുന്നു. ന്യൂസ് ഡെസ്ക്.